നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ബ്രേക്കിംഗ് ദ ഫോർത്ത് വോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കോമഡി ജോണറുള്ള സിനിമയാണ്. 2007 പുറത്തു വന്ന ബിഗ് സ്റ്റാൻ എന്ന സിനിമയാണ് നിങ്ങൾക്കായി ഇന്ന് ചർച്ചയ്ക്കെടുത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ മറ്റൊരു രൂപത്തിലിറങ്ങിയ ഗെറ്റ് ഹാർഡ് എന്ന സിനിമയായിരിക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് ആദ്യത്തെ പടമായ ബിഗ് സ്റ്റാനാണ് ഇഷ്ടപ്പെട്ടത്. ആഡം സാൻഡലർ എന്ന സിനിമാ നടൻ്റെ അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകളിലും സ്ഥിരം കാണുന്ന ഒരു ആക്ടറുണ്ട്, റോബ് ഷ്നൈഡർ. അങ്ങേര് കേന്ദ്ര കഥാപാത്രമായി വരുന്ന ബിഗ് സ്റ്റാൻ എന്ന സിനിമ ധാരാളം പൊട്ടിച്ചിരികൾക്ക് കാരണമാകും. അധികം ദീർഘിപ്പിക്കുന്നില്ല, ലെറ്റ്സ് ബ്രേക്ക് ദ ഫോർത്ത് വോൾ. സിനോപ്സിസ്. സിനിമയുടെ കഥയിലേക്ക് കടക്കുമ്പോൾ ടാൻ മിൻറ്റൺ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻ്റാണ്. ധനികനും ആണ്. അത്യാവശ്യം തരികിടയും വശമുണ്ട്. താൻ നടത്തുന്ന ബിസിനസ്സിൻ്റെ മറവിൽ പ്രായമായ റിട്ടയർമെൻറ്റ് ആയി പെൻഷനായിട്ടൊക്കെ ഇരിക്കുന്നവരുടെ ആ പെൻഷൻ ഫണ്ട് പറ്റിച്ച് പൈസ ഉണ്ടാക്കുകയാണ് ഇയാളുടെ പ്രധാന പരിപാടി. എന്നാൽ ഇയാൾ പിടിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിന് ഉറപ്പായും ജയിൽ ശിക്ഷ കിട്ടും. അത് എത്ര വർഷത്തേക്കാണെന്നൊന്നും അറിയില്ല. എന്നാലും ഇങ്ങനത്തെ തരത്തിലുള്ളൊരു കേസിന് ഒരു 3 വർഷം വരെ അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട്. വക്കീലിടപെട്ട് കുറേയൊക്കെ കഷ്ടപ്പെട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ധനവെട്ടിപ്പും കൂടി ഉള്ളതുകൊണ്ട് അമേരിക്കയിൽ തടവിൻ്റെ കൂടെ തന്നെ സമൂഹത്തിന് എന്തെങ്കിലും ഒരു സേവനം ചെയ്യണമെന്നുള്ളൊരു കാര്യവും കൂടി ഇയാളുടെ ശിക്ഷയിൽ വരുന്നു. അതിൻ്റെ ഭാഗമായി മാനസികാസ്വാസ്ഥ്യമുള്ള കുട്ടികൾക്ക് സംഗീതം അഭ്യസിപ്പിക്കുന്ന ഒരു ജോലിയും ജഡ്ജ് സ്റ്റാനിനെ ഏൽപ്പിക്കുന്നു. തനിക്ക് ജയിൽ ശിക്ഷ ഉറപ്പാണ്. അവിടെയുള്ള ജയിൽ പുള്ളികളും ആയിട്ടുള്ള സമ്പർക്കം ഇങ്ങേർക്ക് അതിജീവിക്കാൻ സാധിക്കില്ല എന്ന ബോധ്യം സ്റ്റാനിനെ നിരാശയിലേക്ക് ആഴ്ത്തുന്നു. അതിൻ്റെ ഭാഗമായി തൊട്ടടുത്ത ബാറിൽ പോയി സങ്കടപ്പെട്ടിരിക്കുന്ന സ്റ്റാനിനെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് വരുന്ന ഒരു ബൈക്കർ ഗ്യാങ്ങിലെ ആൾ കാണുന്നു. നിരാലംബരും കായികശേഷി കുറഞ്ഞ ജയിൽ പുള്ളികൾക്ക് അനുഭവിക്കപ്പെടേണ്ട കഠിനമായ പീഡനങ്ങളെപ്പറ്റി ഇയാൾ പറയുന്നു. ഇത് കേട്ടതോടുകൂടി സ്റ്റാനിൻ്റെ ഗ്യാസ് പോകുന്നു. ഇതിൻ്റെ പേരിൽ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ചെയ്യുന്നത് പോലെ കരാട്ടയും കുംഫും ഒക്കെ പഠിക്കാൻ പോയി, അതും ചീറ്റിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗുരു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി കടന്നു വരുന്നത്. ഈ ഗുരു നമ്മുടെ സ്റ്റാനിനെ ആയോധന കല പഠിപ്പിക്കുകയും ജയിൽവാസം തരണം ചെയ്യുവാനും മറ്റും തനിക്ക് ഈ ശിക്ഷയിലേക്ക് കടക്കുന്നതിന് മുമ്പ് അനുവദിച്ച് കിട്ടിയിട്ടുള്ള ആ ഒരു സമയം കഠിനമായ പ്രയത്നങ്ങളും തയ്യാറെടുപ്പുകളും സ്റ്റാനിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവിടെ കാണിക്കുന്ന പല ട്രെയിനിങ് എക്സസൈസുകളും ആദ്യം നമുക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് നമുക്കതൊന്നും അർത്ഥമൊന്നും തോന്നൂല. എങ്കിലും ജയിലിൽ പോകുമ്പോൾ അതെല്ലാത്തിനും അർത്ഥമുള്ളതായിട്ട് കാണാം. ഉദാഹരണത്തിന്, ഭൂമിയിൽ കിട്ടാൻ സാധ്യതയുള്ള സകല ചീഞ്ഞളിഞ്ഞ സാധനവും ആരും നാവ് പോയിട്ട് കൈകൊണ്ട് തൊടാൻ പോലും മടിക്കുന്ന സാധനങ്ങളൊക്കെ കൂടി മിക്സിയിലിട്ട് അടിച്ച് പ്രോട്ടീൻ ഷേക്കാക്കി മാറ്റി ഗുരു സ്റ്റാനിനെ കൊണ്ട് കുടിപ്പിക്കും. 6 മാസം ഇത് കുടിച്ച് വശം കെട്ട സ്റ്റാൻ ജയിലിൽ ചെന്ന് അവിടെ കിട്ടുന്ന ഭക്ഷണം അമൃത് പോലെ വാരി തിന്നും. ഈ ഒരു രംഗം ഇതിൻ്റെ അകത്തൊരു ഭാഗം മാത്രം. അതുപോലെ പല കാര്യങ്ങളുമുണ്ട്. ജയിലിൽ ചെന്ന ഉടനെ തന്നെ പോലീസുകാർക്കിടയിലും ജയിൽ പുള്ളികൾക്കിടയിലും നല്ലൊരു ഇംപ്രഷൻ സ്റ്റാൻ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ജയിലിലെ വാർഡനാണെങ്കിൽ അയാൾക്ക് ചില നിഗൂഢ ലക്ഷ്യങ്ങളുണ്ട്. അതും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ്. അവിടെയും സ്റ്റാനിനെ കരുവാക്കുന്നു. ശേഷം കഥ എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കാണുക. കാസ്റ്റ്. സിനിമയുടെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞു, റോബ് ഷ്നൈഡർ എന്ന അമേരിക്കൻ ആക്ടർ കേന്ദ്ര കഥാപാത്രമായ സ്റ്റാൻ മിൻറ്റണായി വരുന്നു. ഇങ്ങേരുടെ വൈഫ് മിൻഡിയുടെ റോളിൽ അമേരിക്കൻ ആക്ട്രസ്സായ ജെനിഫർ മോറിസൺ അഭിനയിക്കുന്നു. ഇവരെ കൂടാതെ സ്കോട്ട് വിൽസൺ, ഹെൻറി ഗിബ്സൺ, റിച്ചാർഡ് കിൻറ്റ്, ഡേവിഡ് കെരാറ്റിൻ എന്നിവരും മറ്റ് റോളുകളിൽ വരുന്നുണ്ട്. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ടെക്നിക്കൽസ്. സിനിമ ഒരു ഹ്യൂമർ സെൻസിലുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഛായാഗ്രഹണത്തിലും അത്തരത്തിലുള്ള പശ്ചാത്തലങ്ങളും നിറക്കൂട്ടുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റുകളും കൂടിയ ഫ്രെയിമുകളാണ് സിനിമയെ മൊത്തം. ഈ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ജയിലിൽ പോകാൻ തയ്യാറല്ലാത്ത, കുറ്റവാസനയൊന്നും അങ്ങനെ ഇല്ലാത്ത വൈറ്റ് കോളർ ക്രൈമുകൾ നടത്തുന്ന ആളുകൾ അവരനുഭവിക്കുന്ന ചെറിയൊരു വിമ്മിഷ്ടം ആണ് ഇതിൻ്റെ പ്രധാന ആശയം. ഇതോടൊപ്പം ജയിലിൽ പോകുമ്പോൾ എന്തെല്ലാം സംഭവിക്കാം എന്നുള്ളൊരു പൊതുധാരണയെ ശരിവെക്കുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക്, പ്രധാനമായിട്ട് ഈ ജയിലും ജയിൽ ബ്രേക്കിങ്ങും ഒക്കെ തീമായിട്ട് വരുന്ന സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് റോബ് ഷ്നൈഡറിനെ പോലെയുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോൾ അതിൻ്റെ സവിശേഷതകളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ല ഞാൻ ആരോടാണ് ഈ പറയണേ, ലെറ്റ്സ് ഫേസ് ഇറ്റ്,
അങ്ങനെ കണ്ടാൽ തന്നെ അറിയാം അത് അർണോൾഡ് ഷ്വാർസ്നെഗർ, സിൽവസ്റ്റർ സ്റ്റാലൺ, ജോൺ ക്ലോഡ് വാൻ ഡാം അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. അവരെ പോലെ തന്നെ അവരെക്കാളൊക്കെ വലിയ ഭീമന്മാരായ ജയിൽ പുള്ളികളൊക്കെ ഉള്ള അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനുകളിലേക്ക് നമ്മുടെ സ്റ്റാനിൻ്റെ രൂപത്തിലുള്ള ഒരാൾ പോയാൽ പല്ലിൽ കുത്തണ കമ്പായിട്ടോ കാലത്ത് എണീറ്റ് പല്ല് തേക്കാനൊക്കെ മറ്റുമായിട്ടൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. പക്ഷെ അവിടെയാണ് ഇതിൻ്റെ കോമഡി ഉള്ളത്. എന്നാൽ അന്നും ഇന്നും ഈ സിനിമയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയാണെങ്കിൽ ധാരാളം വംശീയ വിദ്വേഷം അടങ്ങിയ പരാമർശങ്ങളും പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള പഴഞ്ചൻ നിലപാടുകളുമെല്ലാം ഇതിൽ കാണാം. ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഒഫൻഡാവുന്ന, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒഫൻഡാവുന്ന രീതിയിലുള്ള തമാശകളും സിനിമയിലുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എന്തൊക്കെയോ ചില രസകരമായ മുഹൂർത്തങ്ങളും സംഭവങ്ങളും സിനിമയിൽ കാണാനും ഉണ്ട്. അത് തന്നെയാണ് സിനിമയുടെ വൗ ഫാക്ടർ. സിനിമയുടെ ഒരു പകുതി എന്ന് പറയുമ്പോൾ ജയിലിൽ പോകാനുള്ള തയ്യാറെടുപ്പുകളും തൻ്റെ മാനസികാവസ്ഥയെ തരപ്പെടുത്തിയെടുക്കുന്നതും മറ്റുമാണ്. സിനിമയുടെ രണ്ടാം പകുതിയിൽ കിടക്കുമ്പോഴോ ജയിലിൽ ചെന്നിട്ട് അത്രയും വലിയ ഭീമന്മാരുടെ നേതാവായി മാറുന്നതും കാണാം. ഒരു തരത്തിൽ തൻ്റെ സുഹൃത്ത് ആഡം സാൻഡലറിൻ്റെ ദ ലോങ്ങസ്റ്റ് യാർഡ് എന്ന സിനിമയുടെ മറ്റൊരു വേർഷൻ. എന്നാൽ 2015 ഇറങ്ങിയ ഗെറ്റ് ഹാർഡ് എന്ന സിനിമ അത് ഇതിൻ്റെ റിപ്പ് ഓഫ് ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഗെറ്റ് ഹാർഡിനേക്കാളും ഇഷ്ടപ്പെട്ടത് ബിഗ് സ്റ്റാനാണ്. ആക്ഷൻ കോമഡി, ഒരു പൊടിക്ക് ത്രില്ലർ, അതൊക്കെ ഈ സിനിമയിലുണ്ട്. അത് നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാനും പറ്റും. ഇത്രയുമാണ് എനിക്ക് ഈ സിനിമയെ പറ്റി നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ പങ്കുവെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കാണുവാനുള്ള നിങ്ങളുടെ താല്പര്യം നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞതുപോലെ ജയിലിൽ പോകാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനും ആ പ്രിപ്പറേഷൻ വെച്ച് ജയിലിൽ ചെന്നതിന് ശേഷം ഉണ്ടാകുന്ന രസകരമായ രംഗങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ആകർഷണം. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ.